കഴിഞ്ഞ ക്ലാസ്സിൽ സെലാജിനെല്ലയുടെ മോർഫോളജിയും അനാട്ടമിയും കണ്ടു. ഏറ്റവും പ്രധാന പാർട്ട് അതുതന്നെയാണ്. മോർഫോളജിയും അനാട്ടമിയും ചോദിക്കാം. പ്രത്യേകിച്ച് റൈസോഫോറിൻ്റെ സ്ട്രക്ചർ, മോർഫോളജി, സ്റ്റെമ്മിൻ്റെ അനാട്ടമി, അതിനകത്ത് ട്രാബിക്കുലെ പോലുള്ള വാക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ ഉത്തരങ്ങളായിട്ടും, അതിൻ്റെ അനാട്ടമി, സ്റ്റെമ്മിൻ്റെ അനാട്ടമി, ഹാബിറ്റ് തുടങ്ങിയവയൊക്കെ പ്രധാനപ്പെട്ട എസ്സേ അല്ലെങ്കിൽ 4 മാർക്കുള്ള ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. അതും കൂടാതെ ഹെട്രോസ്പോറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിക്കാം. അതിലേക്കാണ് നമ്മളിപ്പോൾ കിടക്കുന്നത്. റീപ്രൊഡക്ഷനിലേക്ക് കിടക്കുകയാണ്. ഹൗ ദ റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ സെലാജിനെല്ല എന്ന് നമുക്ക് കാണാം. സ്ലൈഡ് മാറുന്നുണ്ട്, കാണാമല്ലോ. കേൾക്കുന്നത് ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ റീപ്രൊഡക്ഷൻ ഇൻ സെലാജിനെല്ല നമ്മൾ പറഞ്ഞു. നമ്മൾ കണ്ട ചെടി എന്ന് പറയുന്നത് അതിൻ്റെ സ്പോറോഫൈറ്റാണ്. ദർ ഈസ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ബിറ്റ്വീൻ സ്പോറോഫൈറ്റ് ആൻഡ് ഗാമറ്റോഫൈറ്റ്. പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടത്, ഇവിടെ ഗാമറ്റോഫൈറ്റ് ഹൈലി റെഡ്യൂസ്ഡ് ആണ്. സൈലോട്ടത്തിലുള്ളതുപോലെ ഒരു വലിയ സ്ട്രക്ചർ പോലും ഇവിടെ കാണുന്നില്ല. നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പോൾ ഈ സ്പോറോഫൈറ്റിൽ നടക്കുന്ന റീപ്രൊഡക്ഷനാണ് ഇപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ 2 തരത്തിലുള്ള റീപ്രൊഡക്ഷൻ കാണാം. ഒന്ന് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, പിന്നെ സെക്ഷുവൽ സ്പോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന റീപ്രൊഡക്ഷൻ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ട്യൂബേഴ്സ് വഴി റീപ്രൊഡക്ഷൻ നടക്കും. ദ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ സെലാജിനെല്ല ടേക്സ് പ്ലേസ് ബൈ ട്യൂബേഴ്സ്, ബൾബിൽസ്, ഡോർമൻ്റ് ബഡ്സ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ. അതിനെല്ലാത്തിനും ഓരോ എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓർക്കേണ്ട കാര്യം, ട്യൂബറായാലും ബൾബിലായാലും ഡോർമൻ്റ് ബഡായാലും സെലാജിനെല്ല ക്രൈസോകോളിസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ പേര് ഓർത്തിരിക്കുക. ഫ്രാഗ്മെൻറ്റേഷൻ പ്രത്യേകിച്ച് ഒരു സ്പീഷീസ് പറയണമെന്നില്ല, മിക്കവാറും എല്ലാ സ്പീഷീസിലും ഇത് കാണപ്പെടുന്നുണ്ട്. പക്ഷേ അത് ഫ്രീക്വൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എൻഷുർ ചെയ്യാവുന്നത് നമുക്ക് റൂപ്പസ് ട്രിസിലാണ്. അതായത് ഒരു ഭാഗം മുറിഞ്ഞ് പോയി കഴിഞ്ഞാൽ അത് മണ്ണിൽ പുതിയ റൈസോഫോർ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അത് പുതുതായിട്ട് വളർന്നു വരും. ഈ ട്യൂബേഴ്സ്, ബൾബിൽസ് ഒക്കെ എവിടെയാണ് ഉണ്ടാകുന്നത്, അതിൻ്റെ ഷേപ്പ് ഒക്കെ അനുസരിച്ചാണ് പേരുകൾ മാറുന്നത്. ബൾബിൽസും ഡോർമൻ്റ് ബഡ്സും ഉണ്ടാകുന്നത് ഏരിയൽ ബ്രാഞ്ചിലാണ്. ട്യൂബേഴ്സ് ഉണ്ടാകുന്നത് ഏരിയയിലോ മണ്ണിനോട് ചേർന്നുള്ള ഏരിയൽ ഭാഗത്തോ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ടിലോ ആയിരിക്കും. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതെല്ലാം മാസ് ഓഫ് സെൽസ് വിത്ത് ജെർമിനേഷൻ കപ്പാസിറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫേവറബിൾ കണ്ടീഷൻ ആകുമ്പോൾ ഇത് ജെർമിനേറ്റ് ചെയ്യും, പുതിയ സ്പോറോഫൈറ്റ് ഉണ്ടാവും. നമ്മൾ പറഞ്ഞു, എറക്റ്റായിട്ട് വളരുന്നവയുണ്ട്, സോയിലിൻ്റെ സർഫസിൽ വളരുന്നവയുമുണ്ട്. സംബഡി ഈസ് വെയിറ്റിംഗ് പ്ലീസ്. യെസ്. അപ്പോൾ ഈ സോയിലിൻ്റെ സർഫസിൽ പാരലായിട്ട് വളരുന്നവയാണെങ്കിൽ, ട്രെയിലിംഗ് ബ്രാഞ്ചസ് ആണെങ്കിൽ അഡ്വൻറ്റീഷ്യസ് ബ്രാഞ്ചിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് അത് ഒരു പുതിയ പ്ലാന്റായിട്ട് വളരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോയിലിൻ്റെ സർഫസിന് പാരലായിട്ട് വളരുന്നതിൽ നിന്ന് ചില ഭാഗം ഉണങ്ങി പോവുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി ഗ്രീനായിട്ട് നിൽക്കുന്ന ഭാഗം, മണ്ണിൽ റൈസോഫോർ ഉണ്ട്, റൂട്ട്സ് ഉണ്ട്, അതുകൊണ്ടത് വളർന്ന് മറ്റൊരു പ്ലാന്റായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് വിളിക്കാം. റൂപ്പസ് ട്രിസിൽ അതാണ് സംഭവിക്കുന്നത്. എന്തായാലും ഇതെല്ലാം വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ മെത്തേഡ്സാണ്. പ്രധാനമായിട്ടുള്ള റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സ്പോഴ്സ് വഴിയാണ്. സ്പോഴ്സ് ഉണ്ടാകുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടാണെന്ന് ഓർത്തിരിക്കുക. കാരണം ഇതൊരു സ്പോറോഫൈറ്റാണ്. ഇതിൽ നിന്ന് സ്പോർ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്പോർ ജെർമിനേറ്റ് ചെയ്ത് ഉണ്ടാകുന്നത് ഗാമറ്റോഫൈറ്റാണ്. ഗാമറ്റോഫൈറ്റ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഈ സ്പോർ ഫോർമേഷന് മുമ്പായിട്ട് മിയോസിസ് നടന്നിരിക്കും. റിഡക്ഷൻ ഡിവിഷൻ നടക്കുകയും ഹാപ്ലോയിഡ് സ്പോഴ്സ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്പോഴ്സ് ഉണ്ടാകുന്നത് പ്രത്യേകതരം സ്പൊറാഞ്ചിയത്തിനകത്താണ്.
സ്പൊറാഞ്ചിയം നമുക്കറിയാം, ടെറിഡോഫൈറ്റിൽ ലോവർ ഫോംസിൽ സ്പൊറാഞ്ചിയം ഫോം ചെയ്യുന്നത് സ്പെഷ്യലൈസ്ഡ് ലീവ്സിലാണ്. അതിന് നമ്മൾ സ്പോറോഫിൽസ് എന്ന് പറയും. സെലാജിനല്ലയിൽ ഈ സ്പോറോഫിൽസ് എന്ന് പറയുന്നത് ഓരോ ബ്രാഞ്ചിൻ്റെയും ടിപ്പിലായിട്ട് സ്പോർ ബെയറിംഗ് ലീവ്സ് ടൈറ്റ്ലി പാക്ഡായി കാണാൻ പറ്റും. ആ സ്ട്രക്ചറിനെ, അതായത് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ലീവ്സ് എല്ലാം കൂടെ ടൈറ്റ്ലി പാക്ഡായിട്ട് ഓരോ ബ്രാഞ്ചിൻ്റെയും ടിപ്പിൽ നമുക്ക് കാണാൻ പറ്റും. ആ ടൈറ്റ്ലി പാക്ഡ് സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്നത് സ്ട്രോബിലസ് എന്നാണ്. അപ്പോൾ ഓരോ ബ്രാഞ്ചിലും കുറേ ലീവ്സ്, റീപ്രൊഡക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ലീവ്സ് ആ ബ്രാഞ്ചിൻ്റെ ടിപ്പിലായിട്ട് ഗ്രൂപ്പായിട്ട് നിൽക്കും. അതിന് നമ്മൾ സ്ട്രോബിലസ് അഥവാ കോൺ എന്ന് വിളിക്കും. ആ സ്ട്രോബിലസിലുള്ള ഈ റീപ്രൊഡക്റ്റീവ് ലീവ്സിനെ അല്ലെങ്കിൽ സ്പോർ പ്രൊഡ്യൂസിങ് ലീവ്സിനെ നമ്മൾ സ്പോറോഫിൽസ് എന്ന് വിളിക്കും. അപ്പോൾ ഈ സ്പോറോഫിൽസിനകത്ത് നമുക്ക് സ്പൊറാഞ്ചിയം കാണാം. ഈ സ്പൊറാഞ്ചിയത്തിലാണ് സ്പോർസ് ഉണ്ടാകുന്നത്. സ്പോർസ് ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പായിട്ട് സ്പോർ മദർ സെൽസ് മിയോസിസ് നടത്തിയിരിക്കും. അപ്പോൾ ഇത് എല്ലാം കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ചിന്തിക്കാം, ഇവിടെ ഉണ്ടാകുന്ന സ്പോർസ് ഹാപ്ലോയിഡ് സ്പോർസാണ്. ഹാപ്ലോയിഡ് സ്പോർസ് ഈ സ്പൊറാഞ്ചിയത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ ജെർമിനേറ്റ് ചെയ്തുണ്ടാകുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ അടുത്ത ജനറേഷൻ എന്ന് പറയുന്നത് ഒരു ഗാമറ്റോഫൈറ്റിക് പ്ലാന്റ് ആയിരിക്കും, അഥവാ ഹാപ്ലോയിഡ് പ്ലാന്റ് ആയിരിക്കും. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. മറ്റൊരു കാര്യം കൂടെ ഓർക്കാനുള്ളത്, നമ്മൾ സൈലോട്ടം പഠിച്ചു. സൈലോട്ടത്തിൽ നമ്മൾ പറഞ്ഞത് സൈലോട്ടം ഈസ് ഹോമോസ്പോറസ് എന്നായിരുന്നു. അതായത് ഈ സ്പൊറാഞ്ചിയത്തിൽ നിന്നുണ്ടാകുന്ന സ്പോർസ് എല്ലാം തന്നെ ഒരുപോലെയാണ്. അവ തമ്മിൽ ഫിസിയോളജിക്കലോ മോർഫോളജിക്കലോ ആയിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. അത് ഓരോന്നും ജെർമിനേറ്റ് ചെയ്തുണ്ടാകുന്ന ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, ഈ സ്പോർസ് ജെർമിനേറ്റ് ചെയ്തുണ്ടാകുന്ന ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് ബൈസെക്ഷൽ ആയിരുന്നു, അഥവാ മൊണീഷ്യസ് ആയിരുന്നു. അതായത് ബോത്ത് ആന്തറിഡിയ ആൻഡ് ആർക്കിഗോണിയ ആർ ഫോംഡ് ഓൺ ദ സെയിം ഗാമറ്റോഫൈറ്റ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ പറഞ്ഞത് സെലാജിനല്ല ഈസ് ഹെറ്ററോസ്പോറസ്. ഹെറ്ററോസ്പോറസ് എന്ന് വെച്ചാൽ രണ്ട് തരം സ്പൊറാഞ്ചിയം ഉണ്ട്, രണ്ട് തരം സ്പോർസും ഉണ്ട്. ഒരേ പ്ലാന്റിൽ തന്നെയാണ്, ഒരേ സ്പോറോഫൈറ്റിൽ തന്നെയാണ് രണ്ട് തരം സ്പൊറാഞ്ചിയം ഫോം ചെയ്യും. രണ്ട് തരം സ്പൊറാഞ്ചിയം ഫോം ചെയ്യും, പക്ഷേ സ്ട്രോബിലസ് ഒന്ന് തന്നെയാണ്. ഒരു സ്ട്രോബിലസിൻ്റെ തന്നെ മുകൾ ഭാഗത്തുള്ള സ്പൊറാഞ്ചിയവും താഴ്ഭാഗത്തുള്ള സ്പൊറാഞ്ചിയവും തമ്മിൽ വ്യത്യാസമുണ്ട്. മേൾഭാഗത്തുള്ളതിൽ നിന്ന് ഉണ്ടാകുന്ന സ്പോർസ് മൈക്രോസ്പോർസും താഴ്ഭാഗത്തുള്ള സ്പൊറാഞ്ചിയത്തിൽ നിന്നുണ്ടാകുന്ന സ്പോർസ് മെഗാസ്പോർസുമാണ്. അതായത് ഈ സ്പോറുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് ഓരോന്നും ജെർമിനേറ്റ് ചെയ്തുണ്ടാകുന്നത് ബൈസെക്ഷൽ ഗാമറ്റോഫൈറ്റ് അല്ല, മറിച്ച് യൂണിസെക്ഷൽ ഗാമറ്റോഫൈറ്റ്സ് ആണ്. അതായത് ദ ഗാമറ്റോഫൈറ്റ്സ് ആർ ഡൈഷ്യസ്. മെയിലും ഫീമെയിലും പ്രത്യേകം നമുക്ക് പറയാം. അപ്പോൾ മെഗാസ്പോർസ് ജെർമിനേറ്റ് ചെയ്ത് ഫീമെയിൽ ഗാമറ്റോഫൈറ്റും മൈക്രോസ്പോർ ജെർമിനേറ്റ് ചെയ്ത് മെയിൽ ഗാമറ്റോഫൈറ്റും ഉണ്ടാകുന്നു. അപ്പോൾ രണ്ട് തരം സ്പോർസ് ഈ സ്പൊറാഞ്ചിയത്തിൽ ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ സെലാജിനല്ലയെ ഹെറ്ററോസ്പോറസ് എന്നാണ് പറയുന്നത്. ഹെറ്ററോ മീൻസ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ്. ഹെറ്ററോസ്പോറസ് സ്പോർസ്, ഹെറ്ററോസ്പോറസ് ജീനസ് അല്ലെങ്കിൽ ഹെറ്ററോസ്പോറസ് പ്ലാന്റ് എന്ന് വെച്ചാൽ the plant produce two different types of spores, the spores giving rise to the female gametophyte and male gametophyte. ഇത് മനസ്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഡെവലപ്മെൻ്റ് എന്ന് നോക്കാം. ആ സ്ട്രോബിലസിൻ്റെ സ്ട്രക്ചർ, സ്പോറോഫില്ലിൻ്റെ സ്ട്രക്ചർ, സ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചർ, അതിനകത്ത് സ്പോർസ് ഉണ്ടാകുന്നത് എങ്ങനെ, സ്പോർ ജെർമിനേറ്റ് ചെയ്ത് ഗാമറ്റോഫൈറ്റ് ആകുന്നത് എങ്ങനെ, ഗാമറ്റോഫൈറ്റിൽ നിന്ന് ഈ മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഉണ്ടാകുന്നത് എങ്ങനെ, അവ ഫെർട്ടിലൈസ് ചെയ്ത് ഒരു സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് അതിൽ നിന്ന് അടുത്ത സ്പോറോഫൈറ്റ് ഗ്രോ ചെയ്ത് തുടങ്ങുന്നത് എങ്ങനെ, ഇത്രയാണ് നമുക്ക് ഇന്ന് കാണാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ സ്ട്രോബിലസിൻ്റെ സ്ട്രക്ചറിലേക്ക് പോവുകയാണ്. ഓൾ സ്പീഷീസ് ഓഫ് സെലാജിനല്ല, നമ്മൾ ഒരുപാട് സ്പീഷീസ് കണ്ടു, ഒരുപാട് ഡൈവേഴ്സിറ്റി ഉള്ളതാണെന്ന് കണ്ടു. ഓൾ സ്പീഷീസ് ഓഫ് സെലാജിനല്ല ഫോംസ് സ്ട്രോബിലൈ ഓർ കോൺസ്. പക്ഷേ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ കോൺ എന്നതിനേക്കാൾ സ്ട്രോബിലസ് അല്ലെങ്കിൽ സ്ട്രോബിലൈ എന്ന വാക്ക് കൂടുതൽ എഴുതാൻ ശ്രമിക്കുക. കാര്യം നമ്മൾ ടെറിഡോഫൈറ്റ്സിൽ സ്ട്രോബിലസ് എന്ന വാക്കാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. The strobili occur terminally
ഓൺ സൈഡ് ബ്രാഞ്ചസ്. നമ്മൾ ബ്രാഞ്ചസ് കണ്ടു. ആ ബ്രാഞ്ചസിൻ്റെ ടിപ്പിലായിട്ടാണ്, ടെർമിനൽ ഭാഗത്തായിട്ടാണ് ഈ സ്ട്രോബിലസ് കാണുന്നത്. പക്ഷേ ഈ ചില സ്പീഷീസിൽ, ഉദാഹരണത്തിന് സെലാജിനല്ല പാറ്റുല, സെലാജിനല്ല കസ്പിഡേറ്റ തുടങ്ങിയ സ്പീഷീസുകളിൽ നമുക്ക് അപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത് ഫോളിയേജ് ലീവ്സ് ഉണ്ടാക്കുകയും ഈ ഈ സ്ട്രോബിലസും ഫോളിയേജ് ലീവ്സും ആൾട്ടർനേറ്റായിട്ട് ഗ്രോ ചെയ്യുകയും ചെയ്യുന്ന, കണ്ടിന്യൂസ് ഗ്രോ ചെയ്ത് പോവുകയും ചെയ്യുന്ന ഒരു ഫിനോമിനൻ കാണാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് കോമൺ സ്പീഷീസിലെല്ലാം തന്നെ ലാറ്ററൽ ബ്രാഞ്ചസിൻ്റെ ടിപ്പിലാണ് കോൺ ഫോം ചെയ്യുന്നത്. വ്യത്യാസം മനസ്സിലായി. അതായത് ടെർമിനൽ പോർഷനിലാണെന്ന് വെച്ചാൽ അവിടുത്തെയുള്ള മെരിസ്റ്റം, അവിടുത്തെ ഗ്രോയിങ് പോർഷൻ കോണായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യുന്നത് ഈ കോൺ മെച്ചുവറായി സ്പോർട്സ് റിലീസ് ചെയ്തതിന് ശേഷമായിരിക്കും. ഹെട്രോസ്പോറാസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ദ സെലാജിനല്ല ഈസ് ഹെട്രോസ്പോറസ് ആൻഡ് ദെയർഫോർ സ്പൊറാഞ്ചിയ ആർ ഓഫ് ടു ടൈപ്സ്, മൈക്രോസ്പൊറാഞ്ചിയ ആൻഡ് മെഗാസ്പൊറാഞ്ചിയ. ദ സ്പോറോഫിൽസ് അസോസിയേറ്റഡ് വിത്ത് ദിസ് ടു ടൈപ്സ് ഓഫ് സ്പൊറാഞ്ചിയ ആർ ഡെസിഗ്നേറ്റഡ് ആസ് മൈക്രോസ്പോറോഫിൽസ് ആൻഡ് മെഗാസ്പോറോഫിൽസ്. അപ്പോൾ വാക്കുകൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. സ്പോറോഫിൽ, ഫിൽ മീൻസ് ലീഫ്, സ്പോറോഫിൽ മീൻസ് സ്പോർ പ്രൊഡ്യൂസിങ് ലീവ്സ്. ഇനി ഈ ലീഫിൽ എവിടെയാണ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇൻസൈഡ് ദ സ്പൊറാഞ്ചിയം. സ്പൊറാഞ്ചിയം മീൻസ് ദ സാക്ക് ലൈക്ക് സ്ട്രക്ചർ ഇൻ വിച്ച് ദ സ്പോർസ് ആർ ഫോംഡ്, ഓർ ദ സ്പോർ പ്രൊഡ്യൂസിങ് സാക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ സ്പോർ ഉണ്ടാകുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്പൊറാഞ്ചിയം എന്ന് വിളിക്കുന്നത്. അപ്പോൾ മൈക്രോസ്പൊറാഞ്ചിയം ആൻഡ് മെഗാസ്പൊറാഞ്ചിയം. ഓക്കെ, ഈ മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ടാകുന്നത് എവിടെയാണ്? മൈക്രോസ്പോറോഫില്ലിൻ്റെ അകത്താണ്. മെഗാസ്പോർസ് ഉണ്ടാകുന്നത് മെഗാസ്പൊറാഞ്ചിയത്തിലാണ്. മെഗാസ്പൊറാഞ്ചിയം കാണപ്പെടുന്നത് മെഗാസ്പോറോഫില്ലിൻ്റെ ബേസിലാണ്. ഇനി ബോത്ത് മൈക്രോസ്പോറോഫിൽസ് ആൻഡ് മെഗാസ്പോറോഫിൽസ് ആർ സീൻ ഓൺ ദ സെയിം സ്ട്രോബിലസ്, സെയിം കോൺ. യൂഷ്വലി the megasporophils are seen towards the base of the cone or strobilus, and microsporophils are born towards the tip of the cone. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് കാണുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ. അതായത് താഴെ നിന്ന് മുകളിലേക്ക് ഹാഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴെ ഭാഗത്തുള്ള, അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു സ്ട്രോബിലസ് അഥവാ കോണെന്ന് പറയാം. ഇതൊരു സ്പോറോഫില്ലാണ്. ആ സ്പോറോഫില്ലിൻ്റെ ആക്സിലാണ് നമുക്ക് സ്പൊറാഞ്ചിയം ഡെവലപ്പ് ചെയ്യുന്നത്. ഈ സ്പൊറാഞ്ചിയത്തിൽ വലിയ മെഗാസ്പോഴ്സാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്കിതിനെ മെഗാസ്പൊറാഞ്ചിയം എന്നും ഈ സ്പോറോഫിലിനെ നമുക്ക് മെഗാസ്പോറോഫിൽ എന്നും വിളിക്കാം. എന്നാൽ മുകളിലുള്ള സ്പൊറാഞ്ചിയങ്ങൾ നോക്കുക, ഇതിനകത്ത് മൈക്രോസ്പോഴ്സാണ് ഫോം ചെയ്യുന്നത്. മൈക്രോസ്പോഴ്സ് ഫോം ചെയ്യുന്നതുകൊണ്ട് ഇതിനെ നമ്മൾ മൈക്രോസ്പൊറാഞ്ചിയം എന്ന് വിളിക്കുന്നു. ഈ സ്പോറോഫിലിനെ നമ്മൾ മൈക്രോസ്പോറോഫിൽ എന്ന് വിളിക്കുന്നു. എന്തായാലും ഇതെല്ലാം കൂടെ ചേർന്ന് ഒറ്റ കോണിലാണ് കാണപ്പെടുന്നത്, അഥവാ ഒരേ സ്ട്രോബിലസിലാണ് കാണപ്പെടുന്നത്. ഇത് ഓർത്തിരിക്കുക. ദിസ് ഇസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ ഓഫ് സ്ട്രോബിലസ്. അപ്പോൾ ഹെട്രോസ്പോറി ഒക്കെ കൂടിയ മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ, 1 മാർക്കിന് ചോദിച്ചാൽ 2 ടൈപ്സ് ഓഫ് സ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് എന്ന് എഴുതിയാൽ മതി. 2 മാർക്കിന് ചോദിച്ചാൽ കുറച്ചുകൂടെ വിശദമായിട്ട് എഴുതുക. മൈക്രോസ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ മൈക്രോസ്പൊറാഞ്ചിയം, മെഗാസ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ മെഗാസ്പൊറാഞ്ചിയം. മെഗാസ്പോറോഫില്ലുണ്ട്, മൈക്രോസ്പോറോഫില്ലുണ്ട്. ഇതിൽ നിന്ന് ഓരോന്നും ഉണ്ടാകുന്നത് മെയിൽ ഗാമെറ്റോഫൈറ്റും ഫീമെയിൽ ഗാമെറ്റോഫൈറ്റും ആയിരിക്കും എന്നൊക്കെ എഴുതുക. ഇനി 5 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ അതിൽ കൂടിയ എസ്സേ ആയിട്ടൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഒരു ഡയഗ്രാം വരച്ച് മാർക്ക് ചെയ്ത് മൈക്രോസ്പൊറാഞ്ചിയവും മൈക്രോസ്പോർട്സും ഒക്കെ മാർക്ക് ചെയ്ത് മെഗാസ്പോർട്സും മാർക്ക് ചെയ്ത് LS ആണ് ഇത് എന്ന് രേഖപ്പെടുത്തി വിശദമായിട്ട് എഴുതുക. അപ്പോൾ ഒരേ കാര്യം തന്നെ നമുക്ക് എത്ര എക്സ്റ്റെൻഡ് വരെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, there is variation in distribution of sporangia within strobili or different species. Strobili either consist of entirely of microsporangia or megasporangia in some species. In mixed conditions are seen, which is more common. അതാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. Some species, one side of strobilus bears megasporophils and other side produce megasporophils. In some other species, only megasporangium is present at the base, while the rest have the microsporangia. All these are variations. നമുക്കറിയാമല്ലോ, മാക്സിമം ഡൈവേഴ്സിറ്റി കാണാം. നമ്മുടെ ഒരു കോമൺ പാറ്റേൺ ആണ് പറഞ്ഞത്. മാക്സിമം ഡൈവേഴ്സിറ്റി പല സ്പീഷീസ് നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം അതിൻ്റെ ഡൈവേഴ്സിറ്റിയാണ്. ഇത് വിശദമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യണമെന്നില്ല.
ഓർത്തിരിക്കാവുന്നവർ പറഞ്ഞാൽ മതി. എസ് എ ആയിട്ടൊക്കെ എഴുതുകയാണെങ്കിൽ ലാസ്റ്റ് ഒരു പോർഷനായിട്ട് വേണമെങ്കിൽ ഇത് മെൻഷൻ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എനിവേ പക്ഷേ ഹെട്രോസ്പോറി എന്ന കോൺസെപ്റ്റ് മൈക്രോസ്പൊറാഞ്ചിയവും മെഗാസ്പൊറാഞ്ചിയവും ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അത്രയേ ഉള്ളൂ. സ്പൊറാഞ്ചിയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദ മെച്യൂർ സ്പൊറാഞ്ചിയ ആർ ടോക്ഡ് വിത്ത് 2 ലെയേർഡ് ജാക്കറ്റ്. അതായത് എൻ്റെ വാൾ ലെയറിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ സ്പൊറാഞ്ചിയത്തിനൊരു സ്റ്റോക്കുണ്ട്. സ്റ്റോക്ക് മീൻസ് ഈ സ്പൊറാഞ്ചിയത്തിൻ്റെ ബേസിലുള്ള ഈ സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റോക്ക് ഉണ്ടാവും, അതിനൊരു 2 ലെയേർഡ് ജാക്കറ്റ് ഉണ്ടാവും. ആ വാൾ ലെയർ നോക്കിക്കഴിഞ്ഞാൽ 2 ലെയറുള്ള ഒരു ജാക്കറ്റ് ഉണ്ടാവും. മൈക്രോസ്പൊറാഞ്ചിയ ആർ സ്ലൈറ്റ്ലി എലോങ്കേറ്റഡ് ആൻഡ് റെഡിഷ് ടു ബ്രൈറ്റ് ഓറഞ്ച് ഇൻ കളർ. മെഗാസ്പൊറാഞ്ചിയ ആർ ലാർജർ ദാൻ മൈക്രോസ്പൊറാഞ്ചിയ ആൻഡ് ആർ ഫ്രീക്വൻ്റ്ലി ലോബ്ഡ്. ദ മൈക്രോസ്പൊറാഞ്ചിയ ആർ വൈറ്റിഷ് യെല്ലോ ഓർ ലൈറ്റ് ഓറഞ്ച് ഇൻ കളർ. നമ്മൾ ആദ്യത്തെ ഫോട്ടോ കണ്ടപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, അതിൻ്റെ അകത്ത് ടിപ്പിൽ മുഴുവൻ വൈറ്റ് ഡോട്ട്സ് പോലെ സ്പൊറാഞ്ചിയം ഡെവലപ്പ് ചെയ്തിരിക്കുന്നതായിരുന്നു. അപ്പോൾ ഈ മെഗാസ്പൊറാഞ്ചിയത്തിനാണ് ഒരു വൈറ്റിഷ് കളറുള്ളത്. മൈക്രോസ്പൊറാഞ്ചിയത്തിന് ഒരു റെഡിഷ് അല്ലെങ്കിൽ ഓറഞ്ച് കളറാണുള്ളത്. അത് ജസ്റ്റ് ഒരു അറിവ് എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വലുതായിട്ട് കണ്ടു കഴിഞ്ഞാൽ മൈക്രോസ്പൊറാഞ്ചിയം ആണെങ്കിൽ നമ്മൾ പറഞ്ഞു 2 ലെയർ ജാക്കറ്റാണ് ഇതിനുള്ളത്. മൈക്രോസ്പൊറാഞ്ചിയം വാളുണ്ട്, അതിനകത്ത് മൈക്രോസ്പോഴ്സും റിലീസ് ചെയ്യപ്പെടുന്നു, മൈക്രോസ്പോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ഒരു ചെറിയ സ്റ്റോക്കുണ്ട്. തൊട്ട് താഴെയായിട്ട് നമ്മൾ കണ്ട ലിഗ്യൂൾസ് കാണാം. അത് ലീഫിൻ്റെ എല്ലാം ബേസിൽ നമുക്ക് ലിഗ്യൂൾ കാണാം. ഇതാണ് ഒരു മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചർ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിരവധി മൈക്രോസ്പോഴ്സ് ഉണ്ട്. ഇത് മെഗാസ്പൊറാഞ്ചിയമാണ്. ഇതിനകത്ത് 4 മെഗാസ്പോഴ്സ്, ചിലപ്പോൾ 2 ഒക്കെയാണ് കാണാറുള്ളത്. അതെന്തുകൊണ്ടെന്ന് നമ്മൾ ഡെവലപ്മെൻറ്റ് പഠിക്കുമ്പോൾ നോക്കാം. എന്തായാലും ഇതാണ് മെഗാസ്പൊറാഞ്ചിയം. അത് നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഇലോങ്കേറ്റഡ് റൗണ്ടഡ് ഷേപ്പ് ആയിരിക്കും. ഇത് കുറച്ചുകൂടെ ഇലോങ്കേറ്റഡ് ആയിരിക്കും. ഇവിടെയും ലിഗ്യൂളുണ്ട്, 2 ലെയേർഡ് ജാക്കറ്റ് ഉണ്ട്, അകത്ത് മെഗാസ്പോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് മൈക്രോസ്പൊറാഞ്ചിയവും മെഗാസ്പൊറാഞ്ചിയവും. ഈ ഡയഗ്രവും നിങ്ങൾ വരച്ച് പഠിക്കണം. ഇത് മെച്വർ മൈക്രോസ്പൊറാഞ്ചിയവും മെച്വർ മെഗാസ്പൊറാഞ്ചിയമാണ്. അതുകൊണ്ടാണ് അകത്ത് സ്പേസും തിക്ക് വാൾഡ് സ്പോഴ്സും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഇനി ഡെവലപ്മെൻറ്റ് ഓഫ് സ്പൊറാഞ്ചിയമാണ്. നമുക്കത് വിശദമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഓണ്ടോജനി അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒറ്റ കാര്യം ഓർത്തിരിക്കുക, നമ്മൾ സൈലോട്ടത്തിൽ കണ്ടതുപോലെ ദ സ്പൊറാഞ്ചിയൽ ഡെവലപ്മെൻറ്റ് ഈസ് യൂസ്പൊറാഞ്ചിയേറ്റ് ടൈപ്പ്. വാട്ട് ഈസ് മീൻ ബൈ യൂസ്പൊറാഞ്ചിയേറ്റ് ടൈപ്പ്? The sporangium develops from a group of initial cells. ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിൽ നിന്നാണ് സ്പൊറാഞ്ചിയം ഉണ്ടാകുന്നതെങ്കിൽ, അതായത് ഒന്നിലധികം സെൽസ്, വെജിറ്റേറ്റീവ് സെൽസ് അല്ലെങ്കിൽ സർഫസിലുള്ള സെൽസ് ഈ സ്പൊറാഞ്ചിയത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ യൂസ്പൊറാഞ്ചിയേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ പറഞ്ഞത് ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് ആണ്. ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റിൽ എ സിംഗിൾ ഇനിഷ്യൽ സെൽ ഗീവ്സ് റൈസ് ടു ദ എൻറ്റയർ സ്പൊറാഞ്ചിയം. അത് നമ്മൾ കാണും, അടുത്ത ടൈപ്പുകളിൽ കാണും. അപ്പോൾ എന്തായാലും ദ സൈറ്റ് ഓഫ് സ്പൊറാഞ്ചിയൽ ഇനിഷ്യേഷൻ ഈസ് സൂപ്പർഫിഷ്യൽ സെൽസ് ഓഫ് ദ ആക്സിസ് ഡയറക്ട്ലി എബവ് ദ സ്പോറോഫിൽ ഓർ ഇൻ സെൽസ് നിയർ ദ ബേസ് ഓഫ് ദ സ്പോറോഫിൽ ഓൺ ദ അഡാക്സിയൽ സൈഡ് എന്നാണ്. രണ്ടും ഒരേ കാര്യത്തിൻ്റെ 2 എക്സ്പ്ലനേഷനാണ് അല്ലെങ്കിൽ 2 ഡിസ്ക്രിപ്ഷനാണ്. ഓർത്തിരിക്കേണ്ട കാര്യം, ഒരു ലീഫിൻ്റെ അഡാക്സിയൽ സർഫസ് എന്ന് പറയുന്നത് ഇതാണ്. ദിസ് ഈസ് ദ സ്പോറോഫിൽ. ഈ സ്പോറോഫിലിന് 2 സർഫസ് നമുക്ക് കാണാം. ഒരു ലീഫിന് 2 സർഫസ് ഉണ്ട്, ഒരു അബാക്സിയൽ സർഫസും ഒരു അഡാക്സിയൽ സർഫസും. അഡാക്സിയൽ എന്ന വാക്കിൻ്റെ അർത്ഥം അഡ്നേറ്റ് ടു ദ ആക്സിസ് എന്നാണ്. അപ്പോൾ ഈ ലീഫ് സ്റ്റെമ്മ്, ഇതാണ് സ്റ്റെമ്മെങ്കിൽ ഈ സ്റ്റെമ്മിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നു. ഇതിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ്. അവിടെയാണ് ഈ സ്പൊറാഞ്ചിയം ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് അഡാക്സിയൽ സർഫസ് ആൻഡ് സ്പൊറാഞ്ചിയ ഡെവലപ്ഡ് ഓൺ ദ അഡാക്സിയൽ സർഫസ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ പറയുന്നത് അബാക്സിയൽ സൈഡ് എന്നാണ്. അഥവാ ലീഫിൻ്റെ, നമ്മൾ സാധാരണ ലീഫ് എടുത്ത് പരിഗണിച്ച് നോക്കിയാൽ ലീഫിൻ്റെ വെയിൻസൊക്കെ തെളിഞ്ഞ് നിൽക്കുന്ന ഭാഗം അതിനെ നമ്മൾ അബാക്സിയൽ സർഫസ് എന്നാണ് വിളിക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് നല്ല ഗ്രീനായിട്ട് കാണുന്ന ഭാഗമാണ് അഡാക്സിയൽ സർഫസ്. അഡാക്സിയലിൻ്റെ അർത്ഥം അഡ്നേറ്റ് ടു ദ ആക്സിസ് എന്നാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ഇറ്റ് ഈസ് സീൻ ദ സ്പൊറാഞ്ചിയൽ ഇനിഷ്യേഷൻ ഈസ് ഇൻ സൂപ്പർഫിഷ്യൽ സെൽസ് ഓഫ് ദ ആക്സിസ് ഡയറക്ട്ലി എബവ് ദ സ്പോറോഫിൽ. അത് തന്നെയാണ് വേറെ തരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓർ ഇൻ സെൽസ് നിയർ ദ ബേസ് ഓഫ് ദ സ്പോറോഫിൽ
ഓൺ ദ അഡാക്സിയൽ സൈഡ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം ഓർത്തിരിക്കുക. ഈ അഡാക്സിയൽ സർഫസ് അല്ലെങ്കിൽ അഡാക്സിയൽ സൈഡ് എന്ന വാക്ക് ഓർത്തിരിക്കുന്നതായിരിക്കും നല്ലത്. ഓപ്പോസിറ്റായിട്ട് പറയുന്നത് അബാക്സിയൽ സൈഡാണ്, അതായത് ലീഫിൻ്റെ താഴ്ഭാഗം, ലോവർ ഭാഗം, അവിടെയല്ല, അഡാക്സിയൽ സർഫസിലാണ്. ഇനി അടുത്ത ഒരു പോയിൻ്റ്, പെരിക്ലൈനൽ ഡിവിഷൻസ് ഓഫ് ദീസ് ഇനിഷ്യൽ സെൽസ് പ്രൊഡ്യൂസ് 2 ടയർ ഓഫ് സെൽസ്. പെരിക്ലൈനൽ ഡിവിഷൻ നമ്മൾ പറഞ്ഞു എന്താണെന്ന്. പെരിക്ലൈനൽ ഡിവിഷൻ ഈസ് ദ ഡിവിഷൻ പാരലൽ ടു ദ സർഫസ്. പാരലൽ ടു ദ സർഫസ് എന്ന് വെച്ചാൽ അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ലെയർ ഓഫ് സെൽസ് ആണ് ഫോം ചെയ്യുക. അപ്പോൾ ഇവിടെ 2 ലെയർ സെൽസ് ഉണ്ടാകുന്നു. ഔട്ടർ ലെയറിനെ നമ്മൾ ജാക്കറ്റ് ഇനിഷ്യൽസ് എന്നും ഇന്നർ ലെയറിനെ നമ്മൾ ആർക്കസ്പോറിയൽ ഇനിഷ്യൽസ് എന്നും പറയുന്നു. എ 2-layered sporangial jacket is formed by repeated anticlinal and periclinal division of the jacket initial. അപ്പോൾ ഒരു ലെയർ ഓഫ് സെൽസിൽ നിന്ന് പെരിക്ലൈനൽ ഡിവിഷൻ വഴി പുറത്തേക്കൊരു ജാക്കറ്റ് ലെയറും അകത്തേക്കൊരു ആർക്കസ്പോറിയൽ ഇനിഷ്യലും ഉണ്ടാകുന്നു. ഇതിൽ ജാക്കറ്റ് ലെയർ വീണ്ടും പെരിക്ലൈനൽ ഡിവിഷൻ നടന്ന് 2 ലെയർ ആവുന്നു. ഇനി ഈ സ്പൊറാഞ്ചിയം വലുതാകുന്നതനുസരിച്ച് അതിൻ്റെ വിസ്താരം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, അഥവാ ഏരിയ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനകത്ത് വീണ്ടും ആൻറ്റിക്ലൈനൽ ഡിവിഷൻസ് നടക്കുകയും ലെയറിൻ്റെ എണ്ണം കൂടുന്നില്ല, പക്ഷേ ഒരു ലെയറിലുള്ള സെൽസിൻ്റെ എണ്ണം കൂടും. അങ്ങനെ അത് വലിയ ഒരു സ്പേസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. പെരിക്ലൈനൽ ഡിവിഷൻ ഓഫ് ദ ആർക്കസ്പോറിയൽ സെൽ പ്രൊഡ്യൂസ് ആൻ ഔട്ടർ ആൻഡ് ഇന്നർ ലെയർ ഓഫ് സെൽസ്. അകത്തുള്ള ആർക്കസ്പോറിയൽ ഇനിഷ്യലും ഒരു പെരിക്ലൈനൽ ഡിവിഷൻ നടന്ന് 2 ലെയറായി മാറുന്നു. ഇനി ദ ഔട്ടർ ലെയർ, ആർക്കസ്പോറിയൽ ഇനിഷ്യൽ പെരിക്ലൈനൽ ഡിവിഷൻ നടന്ന് 2 ലെയറായി മാറിയതിൽ ഔട്ടർ ലെയർ ഇവൻച്വലി ഡെവലപ്പ് ഇൻ ടു ടപ്പേറ്റം. നിങ്ങൾ എംബ്രിയോളജി ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചു. ടപ്പേറ്റത്തിൻ്റെ ഫംഗ്ഷൻ നമുക്കറിയാം. ടപ്പേറ്റം ഈസ് ന്യൂട്രീറ്റീവ് ഇൻ ഫംഗ്ഷൻ. അപ്പോൾ ഈ അകത്തുള്ള ഡെവലപ്പിംഗ് സ്പോർട്സിനെ നേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. ആവശ്യത്തിലുള്ള ഫുഡ്, മറ്റ് റിക്വയർമെൻറ്റ്സ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ടപ്പേറ്റത്തിൻ്റെ ഫംഗ്ഷൻ. ടപ്പേറ്റം ദിസ് ഈസ് ദ ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് വാൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഓർക്കേണ്ടത്, വാൾ ലെയർ ആണെങ്കിലും ഇറ്റ് ഈസ് നോട്ട് ഡെവലപ്ഡ് ഫ്രം ദ ജാക്കറ്റ് ലെയർ, ഇറ്റ് ഈസ് ദ ഔട്ടർ ലെയർ ഓഫ് ദ ആർക്കസ്പോറിയൽ ലെയേഴ്സ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഔട്ടർ ആർക്കസ്പോറിയൽ സെൽസിൽ നിന്നാണ് ടപ്പേറ്റം ഉണ്ടാകുന്നത്. ദ ഇന്നർ സെൽസ്, ടപ്പേറ്റത്തിനകത്തുള്ള ഒരു ലെയർ ഫോം ചെയ്തല്ലോ, അത് ബൈ റിപ്പീറ്റഡ് ഡിവിഷൻ ഇൻ വേരിയസ് പ്ലെയിൻസ് പ്രൊഡ്യൂസ് സ്പോറോജീനസ് ടിഷ്യൂ. ഞാൻ കഴിഞ്ഞ സൈലോട്ടത്തിൻ്റെ കാര്യം പറഞ്ഞു. എപ്പോഴാണ് നമ്മൾ സ്പോറോജീനസ് ടിഷ്യൂ എന്ന് വിശേഷിപ്പിക്കുന്നതും എപ്പോഴാണ് ഒരു സ്പോർ മദർ സെൽ എന്ന് വിശേഷിപ്പിക്കുന്നതും ശ്രദ്ധിക്കണം. ഇവിടെ പറഞ്ഞത് ബൈ റിപ്പീറ്റഡ് ഡിവിഷൻസ് എന്നാണ് പറയുന്നത്. നിരവധി ഡിവിഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും നമുക്കതിനെ സ്പോറോജീനസ് ടിഷ്യൂ അല്ലെങ്കിൽ സ്പോറോജീനസ് സെൽ എന്ന് വേണേൽ പറയാം. അകത്തുള്ള ലെയർ 4 എണ്ണം ആദ്യം ഉണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്ത് 8 ആവുന്നു, 8 ഡിവൈഡ് ചെയ്ത് 16 ആവുന്നു. ഇതെല്ലാം എന്താണ്? സ്പോറോജീനസ് സെൽസും. ആ ടിഷ്യൂവിനെ മൊത്തത്തിൽ നമുക്ക് സ്പോറോജീനസ് ടിഷ്യൂ എന്നും പറയാം. പക്ഷേ ലാസ്റ്റ് അത് കൾമിനേറ്റ് ചെയ്യുന്നത്, അവസാനത്തെ ഡിവിഷനൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നത് നമ്മൾ വിളിക്കുന്നത് മദർ സെൽസ് എന്നാണ്. സ്പോർ മദർ സെൽസ്. എപ്പോഴാണ് അത് സ്പോർ മദർ സെല്ലാകുന്നത്? ഏത് സെല്ലാണോ മിയോസിസ് നടന്ന് സ്പോർട്സായിട്ട് മാറുന്നത് അതിനെയാണ് മദർ സെൽ എന്ന് വിളിക്കാറുള്ളത്. അത് ഓർത്തിരിക്കുക. അത് എല്ലായിടത്തും ആപ്ലിക്കബിളായ ഒരു പ്രിൻസിപ്പിളാണ്, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റാണ്. മദർ സെൽ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ആ സെല്ലിൻ്റെ അടുത്ത ഡിവിഷൻ മിയോസിസ് ആണെങ്കിലാണ്. അത് കഴിഞ്ഞുണ്ടാകുന്ന മക്കളാണല്ലോ, അടുത്ത ഹാപ്ലോയിഡ് സ്പോർട്സ് ആണല്ലോ. അതുകൊണ്ട് നമ്മൾ അതിനെ മദർ സെൽ എന്ന് വിളിക്കും. അതുവരെയുള്ള ഡിവിഷൻസിനെ നമ്മൾ മദർ സെൽ എന്ന് വിളിക്കുക. ഓരോ ഡിവിഷനിലും ഉണ്ടാകുന്ന സെൽസിനെ നമ്മൾ സ്പോറോജീനസ് സെൽസ് അല്ലെങ്കിൽ സ്പോറോജീനസ് ടിഷ്യൂ എന്നേ പറയാറുള്ളൂ. അപ്പോൾ എന്തായാലും പല പല ഡിവിഷൻസ് നടന്ന് സ്പോർ മദർ സെൽസ് ഉണ്ടാകുന്നു. ദ സ്പൊറാഞ്ചിയം അറ്റ് ദി സ്റ്റേജ് എന്നാലോചിച്ച് നോക്കാം എന്തൊക്കെയുണ്ട്. പുറത്ത് ഒരു സ്പൊറാഞ്ചിയൽ വാളുണ്ട്. ജാക്കറ്റ് ലെയറിൽ നിന്നുണ്ടായ 2 ലെയർ വാൾ ഉണ്ട്. എ ഷോർട്ട് സ്റ്റോക്ക്, ഒരു സ്റ്റോക്കുണ്ട്. എ കോൺസ്പിക്വസ് ടപ്പേറ്റ് ലെയർ ഉണ്ട്. ഇപ്പോഴാണ് നമുക്ക് കോൺസ്പിക്വസ് ടപ്പേറ്റ് ലെയർ കാണുന്നത്. അത് കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ ടപ്പേറ്റ് ലെയർ അങ്ങ് ഡിസൻറ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഈ ഒരു മെച്വർ ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇമ്മെച്വർ സ്റ്റേജിലുള്ള എന്നാൽ ഡിവിഷൻസൊക്കെ ആയിക്കഴിഞ്ഞ ഒരു സ്പൊറാഞ്ചിയം നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ വാൾ ലെയറിനകത്തായിട്ട് ഒരു കോൺസ്പിക്വസ് ടപ്പേറ്റ് ലെയർ കാണാം. അതിനകത്ത് നിരവധി സ്പോറോജിനസ് സെൽസ് ഉണ്ട്. അതിനെ ചേർന്ന് സ്പോറോജിനസ് ടിഷ്യൂ എന്ന് പറയും.
മൈക്രോസ്പൊറാഞ്ചിയ മെഗാസ്പൊറാഞ്ചിയയും ഈ സമയത്ത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്? മിയോസിസ് നടന്നിട്ടില്ല. മിയോസിസ് എങ്ങനെ നടക്കുന്നു, മിയോസിസ് നടന്നിട്ട് ഏതൊക്കെ സെല്ല് സർവൈവ് ചെയ്യുന്നു, എങ്ങനെ ഡിവിഷൻ വരുന്നതനുസരിച്ചാണ് മെഗായും മൈക്രോയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ മിയോസിസ് നടന്നിട്ടില്ല, മദർ സെൽസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് മൈക്രോസ്പൊറാഞ്ചിയവും മെഗാസ്പൊറാഞ്ചിയവും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ സ്റ്റേജിലുള്ള ഒരു സ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചറാണിത്. അതിലേക്ക് എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ ഒന്ന് മനസ്സിലാക്കി തന്നാൽ മാത്രം മതി. ഇത് കാണാതെ പഠിക്കാനോ വരച്ച് പഠിക്കാനോ ശ്രമിക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് വേണ്ട ഒന്നിൻ്റെയും എന്നുള്ളത്. അതുകൊണ്ട് ഇതെങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് വേണ്ട. പക്ഷേ ഈ സ്ട്രക്ചർ കാണുമ്പോൾ ഇത് എങ്ങനെ ഫോം ചെയ്യുന്നൊരു സംശയം വരുമല്ലോ, അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ വിശദീകരിച്ചതേ ഉള്ളൂ. പെരിഫറലായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ്, അത് നമ്മൾ സ്പൊറാഞ്ചിയൽ ഇനീഷ്യൽസ് എന്ന് പറയുന്നു. അത് ഒരു പെരിക്ലൈനൽ ഡിവിഷൻ, ഈ സർഫസിന് പാരലായിട്ട് ഒരു ഡിവിഷൻ നടന്ന് പാരൽ ഡിവിഷൻ നടക്കുന്നത് നമ്മളതിനെ പെരിക്ലൈനൽ ഡിവിഷൻ എന്ന് പറയും. പെരിക്ലൈനൽ ഡിവിഷൻ വഴി 2 ലെയർ ഓഫ് സെൽസ് ഉണ്ടാകുന്നു. ഇവിടെ 3 സെല്ലുണ്ടായിരുന്നു, ഇവിടെ സെൽ അത് തന്നെയാണ്. 2 ഡിവൈഡ് ചെയ്ത് 4 പക്ഷേ പാരലായതുകൊണ്ട് 2 ലെയറായി മാറി. ഈ 2 ലെയറിൽ പുറത്തുള്ള ഒരു ലെയറിനെ നമ്മൾ ജാക്കറ്റ് ഇനിഷ്യൽ എന്നും അകത്തുള്ള ലെയറിനെ നമ്മൾ ആർക്കസ്പോറിയൽ ഇനിഷ്യൽ എന്നും പറയും. ഈ ജാക്കറ്റ് ലെയർ വീണ്ടും ഡിവൈഡ് ചെയ്ത് 2 ലെയറുള്ള ഒരു ജാക്കറ്റായിട്ട് മാറും. അകത്തുള്ള ആർക്കസ്പോറിയൽ ഇനിഷ്യൽ വീണ്ടും ഡിവൈഡ് ചെയ്ത് പുറത്തെയുള്ള ടപ്പേറ്റം ആയിട്ട് മാറും. അതിനകത്തുള്ള സെല്ലിനെയാണ് നമ്മൾ സ്പോറോജിനസ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇവിടെ അത് തന്നെയാണ് കുറച്ചുകൂടെ. സ്പോറോജിനസ് ടിഷ്യൂ വീണ്ടും ഡിവൈഡ് ചെയ്ത് ഒരു മാസ് ഓഫ് സെൽസ് ആയിട്ട് മാറി. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഈ ജാക്കറ്റ് ലെയേഴ്സിൻ്റെ ആൻറ്റിക്ലൈനൽ ഡിവിഷൻ വഴി ഇത് കുറേ വലുതായി. അല്ല, 2 ലെയറായിട്ട് തന്നെ നിൽക്കുകയാണ്, പക്ഷേ കുറേ വലുതായി. അതിനകത്ത് കോൺസ്പിക്വസ് ആയ ഒരു ടപ്പേറ്റ് നമുക്ക് കാണാം. പുറത്ത് നിന്നുമ്പോൾ ഒന്നാമത്തെ ജാക്കറ്റ്, രണ്ടാമത്തെ ജാക്കറ്റ് ലെയർ, അതിനകത്തായിട്ടാണ് ടപ്പേറ്റം കാണുന്നത്. ടപ്പേറ്റത്തിനകത്ത് നമുക്ക് മാസ് ഓഫ് സെൽസ് വിച്ച് ഈസ് നോൺ ആസ് ദ സ്പോറോജിനസ് ടിഷ്യൂ. ദിസ് ഈസ് ആൻ ഇമ്മച്വർ സ്പൊറാഞ്ചിയം. അടുത്ത സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ സ്പോറോജിനസ് ടിഷ്യൂ gives rise to micro and megaspores. In microsporangium ആണെങ്കിൽ 80 മുതൽ 90% വരെ സ്പോറോജിനസ് ടിഷ്യൂവും മിയോസിസ് നടന്നിട്ട് അതിനനുസരിച്ച് അതിൻ്റെ 4 ഇരട്ടി കാണുമല്ലോ. ഒരു സെല്ലിൽ നിന്ന് 4 സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. മിയോസിസ് വഴി 4 സെൽസല്ലേ ഉണ്ടാകും. അപ്പോൾ അത്രയും ഹാപ്ലോയിഡ് മൈക്രോസ്പോർട്സ് ഉണ്ടാകും. മൈക്രോസ്പോർട്സ് എന്ന് വെച്ചാൽ ദേ ആർ ടെട്രാഹീഡ്രൽ ഇൻ ഷേപ്പ്, വെരി സ്മോൾ. Wall of the spore is divisible into outer thick and ornamented exine and are inner intine. അതാണ് മൈക്രോസ്പോറിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. മെഗാസ്പൊറാഞ്ചിയത്തിലാണെങ്കിൽ മൈക്രോസ്പോറിൽ ഏതാണ്ട് മൊത്തം സെൽസിൻ്റെ ഏതാണ്ട് 80 മുതൽ 90% വരെ സെൽസ് മിയോസ് വഴി സ്പോർസ് ഉണ്ടാക്കിയെങ്കിൽ ഇൻ മെഗാസ്പൊറാഞ്ചിയം ഓൺലി 1 സ്പോർ മദർ സെൽ ബിക്കം ഫങ്ഷണൽ. ഈ സ്പോറോജിനസ് ടിഷ്യൂവിൽ ഒരെണ്ണം മാത്രമേ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്ത് മിയോസ് നടക്കൂ. ബാക്കിയെല്ലാം ഇതിൻ്റെ നറിഷ്മെൻറ്റിന് വേണ്ടി ന്യൂട്രീറ്റീവ് ടിഷ്യൂ ആയിട്ട് മാറും. ദ റിമൈനിങ് നോൺ ഫങ്ഷണൽ മെഗാസ്പോർ മദർ സെൽസ് ഡെവലപ്പ് ലാർജ് വാക്യൂൾസ് ആൻഡ് അക്യുമുലേറ്റ് സ്റ്റാർച്ച്, വൈൽ ഫങ്ഷണൽ മെഗാസ്പോർ മദർ സെൽ റീറ്റെയിൻസ് ദ ഡെൻസ് സൈറ്റോപ്ലാസം വിച്ച് ഇസ് റിച്ച് ഇൻ RNA, പ്രോട്ടീൻസ് തുടങ്ങിയവയൊക്കെ ഉണ്ടാവും. സ്റ്റോർഡ് ഫുഡായിട്ടുള്ള സ്റ്റാർച്ച് കാണത്തില്ല. ഈ ഫങ്ഷണൽ മെഗാസ്പോർ മദർ സെൽ അത് ഒരെണ്ണേ ഉള്ളൂ. അത് മാത്രമാണ് മിയോസിന് വിധേയമാകുന്നത്. റിഡക്ഷൻ ഡിവിഷനാണ് മിയോസിസ്. 4 മെഗാസ്പോർട്സ് ഉണ്ടാകുന്നു. ഓൾ ദ നോൺ ഫങ്ഷണൽ സെൽസ് അൾട്ടിമേറ്റ്ലി ഡീജനറേറ്റ്. ഓൾ ദ 4 മെഗാസ്പോർട്സ് ഡെവലപ്പ് ഫ്രം എ മെഗാസ്പോർ. അതായത് ഒരു മെഗാസ്പോറിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത മെഗാസ്പോർ മദർ സെല്ലിൽ നിന്നുണ്ടായ എല്ലാ മെഗാസ്പോർട്സും ഫങ്ഷണലായിരിക്കണമെന്നില്ല. സംടൈംസ് 2 ചിലപ്പോൾ 4 ഫങ്ഷണലായിരിക്കും, ബാക്കിയുള്ളതും ഡീജനറേറ്റ് ചെയ്ത് പോകും. അതായത് ഫീമെയിൽ സ്പൊറാഞ്ചിയത്തിൽ, മെഗാസ്പൊറാഞ്ചിയത്തിൽ നമുക്ക് എല്ലാ സ്പോറോജിനസ് ടിഷ്യൂവിലെ എല്ലാ സെൽസും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. മിയോസിന് ശേഷം ഉണ്ടാകുന്ന സെൽസ് പോലും എല്ലാം സ്പോറായിട്ട് മാറുന്നില്ല. ചിലപ്പോൾ 2, ചിലപ്പോൾ 4 മെഗാസ്പോർട്സാണ് ഒരു സ്പൊറാഞ്ചിയത്തിൽ കാണുക. സംടൈംസ് 8 മുതൽ 12 വരെയും കാണപ്പെടാറുണ്ട്. ഇതെല്ലാം സ്പീഷീസിനനുസരിച്ച് വ്യത്യാസപ്പെടും. പക്ഷേ പ്രധാനമായിട്ടും നമുക്ക് വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ മൈക്രോസ്പൊറാഞ്ചിയത്തിൽ മൊത്തം സ്പോറോജിനസ് ടിഷ്യൂവിൻ്റെ 90% സ്പോർട്സായിട്ട് മാറുമ്പോൾ മെഗാസ്പൊറാഞ്ചിയത്തിൽ ഒരു സെല്ല് മാത്രമേ മെഗാസ്പോർ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്യുന്നുള്ളൂ. അതിൽ നിന്നുണ്ടാകുന്ന സെൽസ് തന്നെ എല്ലാം മെഗാസ്പോർട്സായിട്ട് മാറണമെന്നില്ല.
മാക്സിമം സ്റ്റെറിലൈസേഷൻ അഥവാ മാക്സിമം ഡീജനറേഷൻ ആണ് സംഭവിക്കുക. 1, 2, 4 മാക്സിമം 12 വരെയൊക്കെ മെഗാസ്പോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത് കാണാം. എന്തായാലും ഈ മെഗാസ്പോഴ്സ് തിക്ക് വാൾ ഫോം ചെയ്യും, തിക്ക് ലെയേർഡ് സെൽ വാൾ ഫോം ചെയ്യും. ഔട്ടർ ലെയർ ഈസ് തിക്കൻ ആൻഡ് ഓർണമെൻറ്റഡ്, എക്സൈൻ ഉണ്ടാവും. ഇന്നർ ലെയർ ഈസ് തിൻ ആൻഡ് ടേംഡ് ഇൻഡൈൻ. സം സ്പീഷീസ് തേർഡ് ലെയർ മീസോസ്പോർ ഫോംസ് ബിറ്റ്വീൻ എക്സൈൻ ആൻഡ് എൻഡൈൻ. ദ മെഗാസ്പോഴ്സ് ആർ മച്ച് ലാർജർ ദാൻ ദ മൈക്രോസ്പോഴ്സ്. അവിടെയാണ് നമ്മൾ ഹെറ്ററോസ്പോറി മോർഫോളജിക്കലി ഒബ്സർവ് ചെയ്യുന്നത്. മൈക്രോസ്പോഴ്സ് ആർ സ്മോളർ, നമ്മൾ പറഞ്ഞു 0.015 to 0.606 millimeter ഡയമീറ്റർ ആണെങ്കിൽ ദിസ് ഈസ് 1.5 to 5 millimeter സൈസ്. നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റത്തക്ക വിധത്തിൽ നമുക്ക് ലാർജർ സൈസ് മെഗാസ്പോഴ്സ് കാണാൻ പറ്റും. ഹിയർ ദ സ്പോഴ്സ് ആർ ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഇൻ മോർഫോളജി ആൻഡ് സൈസ്. സോ ഇറ്റ് ഈസ് ക്ലിയർ ഹെറ്ററോസ്പോറി. പക്ഷേ അതല്ല ഹെറ്ററോസ്പോറി എന്ന് പറയാൻ കാരണം അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഒന്ന് ഫീമെയിൽ ഗാമറ്റോഫൈറ്റും ഒന്ന് മെയിൽ ഗാമറ്റോഫൈറ്റും ഉണ്ടാക്കുന്നതായതുകൊണ്ടാണ് അവിടെ നമ്മൾ ക്ലിയർ ഹെറ്ററോസ്പോറി ഉണ്ട് എന്ന് പറയുന്നത്. ഇനി ഗാമറ്റോഫൈറ്റിലേക്ക് പോവുക. ദ ഹാപ്ലോയിഡ് സ്പോർസ് ജെർമിനേറ്റ് ഫോം എൻഡോസ്പോറിക് ഗാമറ്റോഫൈറ്റ് എന്നാണ് പറയുക. ബിക്കോസ് ദ ഗാമറ്റോഫൈറ്റ് ഈസ് സ്റ്റിൽ ഇൻസൈഡ് ദ സ്പോർ. ദ ഡെവലപ്മെൻറ്റ് ഓഫ് മൈക്രോസ്പോർസ് ആൻഡ് മെഗാസ്പോർസ് ജനറലി സ്റ്റാർട്ട് വൈൽ ദേ ആർ സ്റ്റിൽ ഇൻസൈഡ് ദെയർ റെസ്പെക്റ്റീവ് സ്പൊറാഞ്ചിയ. അതുകൊണ്ടാണ് നമ്മളതിനെ എൻഡോസ്പോറിക് ഗാമറ്റോഫൈറ്റ്സ് എന്ന് പറയുന്നത്. സ്പോർസ് അപ്പോൾ റിലീസ് ചെയ്യപ്പെടുന്നത് പലപ്പോഴും ഈ മൈക്രോസ്പോർ ജെർമിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മെഗാസ്പോറും മൈക്രോസ്പോറും ജെർമിനേറ്റ് ചെയ്ത് പല സെൽസ് ഉണ്ടായി ആ മൾട്ടി സെല്ലുലാർ സ്റ്റേജിലായിരിക്കും പലപ്പോഴും ഈ സ്പോർസ് റിലീസ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. മെയിൽ ഗാമറ്റോഫൈറ്റ് ആണെങ്കിൽ മൈക്രോസ്പോർ ജെർമിനേറ്റ് ഫോം മെയിൽ ഗാമറ്റോഫൈറ്റ്. ഒരു അൺഈക്വൽ ഡിവിഷൻ നടക്കും. ഒരു മൈക്രോസ്പോർ ലെൻഡിക്കുലാർ സെല്ലും പ്രോത്താലിയൽ സെല്ലും, സ്മോൾ ലെൻഡിക്കുലാർ പ്രോത്താലിയൽ സെൽ വെജിറ്റേറ്റീവ് സെൽ ആൻഡ് എ ലാർജ് ആന്ത്രേഡിയൽ ഇനിഷ്യൽ, ഇങ്ങനെ 2 സെൽസായിട്ട് മാറും. ലെൻഡിക്കുലാർ സെല്ലും പ്രോത്താലിയൽ സെല്ലും അല്ല, ദ വെജിറ്റേറ്റീവ് സെൽ, സ്മോൾ ലെൻഡിക്കുലാർ പ്രോത്താലിയൽ സെൽ എന്നാണ് പറയുന്നത്, ആൻഡ് എ ലാർജ് ആന്ത്രേഡിയൽ സെൽ, അങ്ങനെ 2 സെല്ലായിട്ട് മാറുന്നു. ദ പ്രോത്താലിയൽ സെൽ ഡസ് നോട്ട് ഡിവൈഡ് ബട്ട് ആന്ത്രേഡിയൽ ഇനിഷ്യൽ ഡിവൈഡ്സ് വെർട്ടിക്കലി ഫോമിങ് 2 പ്രൈമറി ആന്ത്രേഡിയൽ സെൽസ്. ഇതാണ് അതിൻ്റെ സ്റ്റേജ്. മൈക്രോസ്പോർസ് ഡിവൈഡ് ചെയ്ത് 2 സെൽസ് ആകുന്നു. ഒന്ന് പ്രോത്താലിയൽ സെല്ലും ആന്ത്രേഡിയൽ സെല്ലും. പ്രോത്താലിയൽ സെൽസ് പിന്നെ ഡിവൈഡ് ചെയ്യുന്നില്ല, ആന്ത്രേഡിയൽ ഇനിഷ്യൽസ് ഫർദർ ഡിവിഷൻ നടക്കുന്നു. ഇതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. നോക്കുക, പ്രോത്താലിയൽ സെല്ലാണ് ഈ സെല്ലാണ്, ഒരു കോൺവെക്സ് ഷേപ്ഡ് സെല്ലാണ് പ്രോത്താലിയൽ സെല്ല്. ലാർജ് സെല്ലാണ് ആന്ത്രേഡിയൽ സെല്ല്. ഈ പ്രോത്താലിയൽ സെല്ല് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നില്ല, പക്ഷേ ആന്ത്രേഡിയൽ സെല്ല് വീണ്ടും പല ആംഗിളിൽ ഡിവൈഡ് ചെയ്യുന്നു. ടെട്രാഹീഡ്രൽ ഡിവൈഡ് ചെയ്ത് ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാകുന്നു. എന്തായാലും ഈ ആന്ത്രേഡിയൽ ഇനിഷ്യൽസ് ആന്ത്രേഡിയൽ ഇനിഷ്യലാണ് ഗ്രോ ചെയ്ത് ഡിവൈഡ് ചെയ്ത് റീഡിവൈഡ് ചെയ്ത് സ്പേംസ് ആയിട്ട് മാറുന്നത്. ഈ സ്പേംസ് എന്ന് പറയുന്നത് ഒരു സ്മോൾ ഇലോങ്കേറ്റഡ് സെല്ല് വിത്ത് ഫ്ലാജെല്ല ആണ്. ഓർത്തിരിക്കുക, പ്ലാൻ വേൾഡിൽ തന്നെ ഏറ്റവും ചെറിയ സ്പേം എന്ന് പറയുന്നത് ഈ സെലാജിനല്ലയുടേതാണെന്നാണ് ഒബ്സർവേഷൻ. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. എന്തായാലും ഈ ആന്ത്രോസൂയിഡ് ആണ് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത് സൈലോട്ടത്തിൽ കാണുന്നത് പോലെ ഉള്ള ഒരു സൈസ് അല്ല, ഒരു സ്പോറിനകത്ത് തന്നെ ഡെവലപ്പ് ചെയ്യുന്ന വളരെ ഇൻകോൺസ്പിക്വസ് ആയിട്ടുള്ള ഒരു ഗാമറ്റോഫൈറ്റാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ഒന്നും വേണ്ട. നമുക്ക് വേണ്ടത് ഈ ഗാമറ്റോഫൈറ്റ് ഈ സ്പോറ് ജെർമിനേറ്റ് ചെയ്ത് സ്പൊറാഞ്ചിയത്തിൽ ഇരിക്കുമ്പോൾ തന്നെ സ്പോർ ജെർമിനേറ്റ് ചെയ്ത് അതിനകത്തൊരു പ്രോത്താലിയൽ സെല്ലും ആന്ത്രേഡിയൽ ഇനിഷ്യൽ ഉണ്ടാകുന്നു. ഈ ആന്ത്രേഡിയൽ ഇനിഷ്യൽ ഫർദർ ഡിവിഷൻ വഴി ഗമീറ്റ്സ്, മെയിൽ ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഈ കണക്കുകളൊന്നും ഓർക്കണ്ട, ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്തായാലും ആഫ്റ്റർ ഷെഡിങ് ദ പ്രൈമറി ആൻഡ്രഗോണിയൽ സെൽസ് അണ്ടർഗോ സെവറൽ ഡിവിഷൻ ആൻഡ് പ്രൊഡ്യൂസ് ന്യൂമറസ് ആൻഡ്രോസൈറ്്റ്റ്സ്. അഥവാ ഈ ഡിവിഷൻ കഴിഞ്ഞില്ലേ, ഇത്രയും ഡിവിഷന് ശേഷം ഈ പല ഡിവിഷൻസ് ഇങ്ങനെ പല പ്ലെയിനിൽ നടന്നതിന് ശേഷം അവസാനം ഏതാണ്ട് 128 256 ആൻഡ്രോസൈറ്റ്സ് വരെ മാർഗം. ഈ ആൻഡ്രോസൈറ്റ് ഓരോന്നും മെറ്റമോർഫോസ് ഇൻറ്റു ബൈഫ്ലാജെല്ലേറ്റ് സ്പേം അഥവാ ആന്ത്രോസൂയിഡ് വിച്ച് ഓൺ ഡിസൻറ്റഗ്രേഷൻ ഓഫ് ദ ജാക്കറ്റ് സെൽസ് ആൻഡ് റപ്ചർ ഓഫ് സ്പോർ വാൾ ഗെറ്റ് ലിബറേറ്റഡ് ഫ്രീ സ്വിമ്മിങ് സ്പേം, അല്ലേ, ഫ്രീ സ്വിമ്മിങ് സ്പേം ഓർ ഫ്രീ സ്വിമ്മിങ് ആന്ത്രോസൂയിഡ്. They are free swimming type, very narrow, 15 to
15 to 50 picometer in diameter. എന്തായാലും sperms of Spelaginella are considered as the smallest among vascular plants എന്നാണ് നമ്മൾ പറയുന്നത്. വാസ്കുലാർ പ്ലാന്റ്സിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ഇത് Spelaginellയുടെ sperms എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. Since whole process development of male gametophyte takes place inside the microspore wall, the development is endosporic. അതായത് the gametophyte എന്ന് നമ്മൾ വിളിക്കുന്നുവെങ്കിലും അത് കംപ്ലീറ്റ്ലി ഡെവലപ്സ് ഇൻസൈഡ് ദ സ്പോർ വാൾ. ആൻഡ് ദ ഗാമെറ്റോഫൈറ്റ് ഈസ് ആൻ എക്സ്ട്രീംലി റെഡ്യൂസ്ഡ് സ്ട്രക്ചർ അല്ലേ. ഇവിടെ വളരെ റെഡ്യൂസ്ഡ് ആയിട്ട് സ്പോറിനകത്തിരിക്കുന്ന കുറച്ച് സെൽസിൻ്റെ ഒരു കൂട്ടം മാത്രമാണ് ഗാമെറ്റോഫൈറ്റ്. സോ കോൺസ്പിക്വസ് അല്ല എന്ന് പറയാൻ പറ്റത്തില്ല, ബട്ട് ഇറ്റ് ഈസ് ഹൈലി റെഡ്യൂസ്ഡ് ആൻഡ് എൻഡോസ്പോറിക്. ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് ഇതുപോലെ തന്നെയാണ്. ലൈക്ക് ദ മെയിൽ ഗാമെറ്റോഫൈറ്റ്, the megagametophyte, female gametophyte, development of Spelaginella begins while the megaspores are still inside the megasporangium. ഇതാണ് നമ്മുടെ എന്താണ് ഗാമെറ്റോഫൈറ്റ് ഡെവലപ്മെൻറ്റ്, മെഗാഗാമെറ്റോഫൈറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. മെഗാസ്പോർ ഫോം ചെയ്യുന്നു, അതിൻ്റെ ഡിഫറൻറ്റ് സ്റ്റേജസ് വഴി അവസാനം ഒരു ഫങ്ഷണൽ മെഗാസ്പോർ ഉണ്ടാവും. ഈ മെഗാസ്പോറിനെയാണ് നമ്മുടെ സ്പേംസ് വന്ന് ഫെർട്ടിലൈസ് ചെയ്യുന്നത്. ഫെർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ജെർമിനേറ്റ് ചെയ്ത് ഒരു എംബ്രിയോ, സൈഗോട്ട് ജെർമിനേറ്റ് ചെയ്ത് ഒരു എംബ്രിയോ ഡെവലപ്പ് ചെയ്യും. അത് സ്പോറോഫൈറ്റിക്കാണ് അല്ലെങ്കിൽ ഡിപ്ലോയിഡ് ആണ്. അതിൽ നിന്ന് നമ്മുടെ പുതിയ സ്പോറോഫൈറ്റ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. എന്തായാലും എ സിംഗിൾ ആർക്കിഗോണിയം കൺസിസ്റ്റ് ഓഫ് 8 നെക്ക് സെൽസ്. നെക്കൊക്കെ നമ്മൾ സൈലോട്ടത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ഇവിടെ ആ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് നമ്മൾ പറയുന്നില്ല. എന്തായാലും എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ദർ ആർ 8 neck cells arranged in 2 rows of 4 each, 1 neck canal cell. നെക്കിനകത്ത് കാണുന്ന സെല്ലാണ് നെക്ക് കനാൽ സെൽ. നെക്കിൻ്റെ താഴെയായിട്ട് ആ കുപ്പിയുടെ കഴുത്തിൻ്റെ താഴെയായിട്ട് വരുന്ന അതാണ് 1 ventral canal cell. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഒരു എഗ് സെല്ല് കാണാം. The venter along with the inner tier of neck lies embedded in the gametophytic tissue while the terminal neck cells extend above the surface of the gametophytic tissue. ആ നെക്ക് മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അതാണ് ഫെർട്ടിലൈസേഷനെ സഹായിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇതാണ് ഗാമെറ്റോഫൈറ്റിൻ്റെ സ്ട്രക്ചർ. വളരെ കുറച്ച് സെൽസ്, 8ഉം 4ഉം 12ഉം 2ഉം 14, 2 16 സെൽസുള്ള ഒരു സ്ട്രക്ചറാണ് ഈ ആർക്കിഗോണിയം എന്ന് പറയാം നമുക്ക്. എന്തായാലും ഈ നെക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ് ചെയ്യുന്നത്. സ്പോറിനകത്ത് തന്നെയാണ് ഡെവലപ്മെൻറ്റ് നടക്കുന്നതെന്ന് ഓർക്കുക. ഇതിൽ നെക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തുള്ള ആ ഓപ്പണിങ്ങിലൂടെ ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് after the megasporangium get settled on the substratum, but in some cases fertilization occurs while the female gametophyte is still within the sporangium. സ്പൊറാഞ്ചിയം സ്പൊറാഞ്ചിയത്തോട് അറ്റാച്ച് ചെയ്തിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നിരിക്കുക. എന്തായാലും ആ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആകുന്നതനുസരിച്ച് മെച്ചുവർ ആകുന്നു. ബൈഫ്ലാജുലേറ്റ് സ്പേംസ്, നമ്മൾ നേരത്തെ കണ്ട സ്മോൾ സ്പേംസ് ലിബറേറ്റ് ചെയ്തത് സ്വിം ടു ദ ആർക്കിഗോണിയ ത്രൂ എ തിൻ ഫിലിം ഓഫ് വാട്ടർ. അനഘ കേൾക്കുന്നുണ്ടോ? മറ്റുള്ളവർക്ക് കേൾക്കാമോ? ഭാവപ്രിയ കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അനഘ എവിടെ? ഓക്കെ, ശരി, വരട്ടെ. അപ്പോൾ എന്തായാലും ബൈഫ്ലാജലേറ്റ് സ്പേംസ് സ്വിം ചെയ്ത് എഗ്ഗിൻ്റെ അടുത്തെത്തി, എഗ്ഗ് ഫെർട്ടിലൈസ് ചെയ്തു, അങ്ങനെ ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യുന്നു. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഡിപ്ലോയിഡ് സോറോഫൈറ്റിക് ജനറേഷൻ ഹൈഗോട്ട് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. ഫസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് ആയിരിക്കും. ഒരു അപ്പർ സെല്ലും ലോവർ സെല്ലും ഫോം ചെയ്യും. അപ്പർ സെല്ലിന് നമ്മൾ എപ്പി ബേസൽ സെല്ലെന്നും ലോവർ സെല്ലിനെ നമ്മൾ ഹൈപ്പോ ബേസൽ സെല്ലെന്ന് പറയും. പിന്നെ അതുകൊണ്ട് ഈ ഹൈപ്പോ ബേസൽ സെല്ലിൽ നിന്നാണ് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നുള്ളതുകൊണ്ട് ദ എംബ്രിയോണിക് സെൽ ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ ബേസ് ഓഫ് ദ ആർക്കിഗോണിയം. അതുകൊണ്ട് നമ്മൾ എൻഡോസ്കോപ്പിക് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അത് ചോദിക്കാൻ സാധ്യത കുറവാണ്, അത്തരം മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ്.
എങ്കിലും ആ എംബ്രിയോ ഡെവലപ്പ് ചെയ്തിട്ട് ഈ രീതിയിലുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് ഫോം ചെയ്യുന്ന കാണാം. അവിടെ നമുക്ക് 2 കോട്ട്ലിഡൻസ് കാണാം, ലിഗ്യൂള് കാണാം, റൈസോഫോർ റീജിയൻ കാണാം, ഒരു സസ്പെൻസർ കാണാം, ഒരു ഫുട്ട് കാണാം. ഫുട്ട് നമ്മുടെ ഗാമറ്റോഫൈറ്റ് ടിഷ്യൂവിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പോലെ ഒരു ഫുട്ട് കാണാം. ഇങ്ങനെ നമുക്ക് ഇതാണ് ഒരു എംബ്രിയോ ഇൻ സെലാജിനല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ ഈസ് എ ക്വിക്ക് പ്രോസസ്. Then the zygote is formed. Zygote undergo division, an upper cell, epibasal cell and hypobasal cell. Then the hypobasal cell undergo much division and form the mature embryo. This is the embryo in Selaginella. ഇത് ഡിപ്ലോയിഡ് ആണ്. ഇപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞുള്ളതായതുകൊണ്ട് ഡിപ്ലോയിഡ് ആണ്. സ്പോറോഫൈറ്റിക് ജനറേഷൻ്റെ ആദ്യത്തെ സ്റ്റേജാണ് ഈ ഡെവലപ്പിംഗ് എംബ്രിയോ എന്ന് നമുക്ക് പറയാം. എന്തായാലും അതിൻ്റെ ഡിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണ്ട. ദ ഫസ്റ്റ് പെയർ ഓഫ് ലീവ്സ് ആർ ഡെവലപ്ഡ് ലാറ്ററലി ഓൺ 2 sides ഓഫ് ദ ഷൂട്ട് അപ്പെക്സ്. ഇവൻച്വലി എ ഫുട്ട് ഈസ് ഫോംഡ് ഓൺ ദ ലോവർ സൈഡ് ഓഫ് ദ എംബ്രിയോണിക് ടിഷ്യൂ ആൻഡ് ദ പ്രൈമറി റൂട്ട് ഈസ് ഡെവലപ്ഡ് ഫ്രം ദ സസ്പെൻസർ ആൻഡ് ഫുട്ട്. ദ യങ് സ്പോറോഫൈറ്റ് emerges from the gametophytic tissue through continued growth of the shoot and root, and it becomes an independent plant. So this is the development, and here it represents the life cycle. നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം? മെച്ചർ പ്ലാന്റിൽ നിന്ന് തുടങ്ങാം. സ്പോറോഫൈറ്റിക് പ്ലാന്റിൽ ടിപ്പിലായിട്ട് സ്ട്രോബിലസ് ഫോം ചെയ്യുന്നു. ഈ സ്ട്രോബിലസിനകത്ത് നമുക്ക് മെഗാസ്പോറോഫിൽസും മൈക്രോസ്പോറോഫിലും കാണാം. മെഗാസ്പോറോഫിലിൻ്റെ ആക്സിൽ മെഗാസ്പൊറാഞ്ചി ഉണ്ടാകുന്നു. മൈക്രോസ്പോറോഫിലിൻ്റെ ആക്സിൽ മൈക്രോസ്പൊറാഞ്ചി ഉണ്ടാകുന്നു. മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്ത് മൈക്രോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. മെഗാസ്പൊറാഞ്ചിയത്തിനകത്ത് മെഗാസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. മൈക്രോസ്പോറിൽ നിന്ന് മൈക്രോസ്പോർ മദർ സെല്ല് ഡിവൈഡ് ചെയ്ത് മൈക്രോസ്പോർ മദർ സെല്ല് വിച്ച് അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ. ഹിയർ ദ മെഗാസ്പൊറാഞ്ചിയത്തിൽ മെഗാസ്പോർ മദർ സെല്ല് അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ. രണ്ടിൻ്റെയും മിയോട്ടിക് ഡിവിഷൻ്റെ ഭാഗമായിട്ട് മൈക്രോസ്പോറ് ഫോം ചെയ്യുന്നു, മെഗാസ്പോറ് ഫോം ചെയ്യുന്നു. ഈ മിയോട്ടിക് ഡിവിഷൻ അഥവാ റിഡക്ഷൻ ഡിവിഷൻ കഴിഞ്ഞാൽ അത് ഹാപ്ലോയിഡ് ജനറേഷൻ്റെ ഭാഗമാണ്. ഈ മെഗാസ്പോറും മൈക്രോസ്പോറും ജെർമിനേറ്റ് ചെയ്ത് എൻഡോസ്പോറിക് ആയിട്ടുള്ള, അതായത് ഈ സ്പോറിനകത്തിരുന്ന് തന്നെ സെല്ല് ഡിവൈഡ് ചെയ്ത് ഈ സ്പോറിനകത്തിരുന്ന് തന്നെ ഡിവൈഡ് ചെയ്ത് ഒരു ഗാമറ്റോഫൈറ്റ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എൻഡോസ്പോറിക് ഗാമറ്റോഫൈറ്റ് എന്നാണ് ഇതിനെ പറയുക. മൈക്രോസ്പോറിനകത്ത് മൈക്രോ ഗാമറ്റോഫൈറ്റ് അഥവാ മെയിൽ ഗാമറ്റോഫൈറ്റ് ഉണ്ടാകുന്നു. മെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. മെഗാ ഗാമറ്റോഫൈറ്റ് എഗ്ഗും അതിൻ്റെ അസോസിയേറ്റഡ് സെൽസ്, വെൻട്രൽ കനാൽ സെല്ല്, നെക്ക് കനാൽ സെല്ല്, വെൻറ്റർ തുടങ്ങിയ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിൽ ഈ സ്പോറിന് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത് ആർക്കിഗോണിയത്തിൻ്റെ ടിപ്പ് പോർഷൻ അഥവാ നെക്ക് പോർഷൻ മാത്രമായിരിക്കും, ബാക്കിയെല്ലാം അകത്തായിരിക്കും. അപ്പോൾ ഈ മെയിൽ ഗാമറ്റോഫൈറ്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേംസ് സ്വിം ചെയ്ത് വന്ന് ഈ ആർക്കിഗോണിയത്തിൻ്റെ നെക്കിലൂടെ അകത്ത് കയറി എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യുന്നു. ഫെർട്ടിലൈസ് കഴിഞ്ഞാൽ എഗ്ഗ് സൈഗോട്ടായി മാറും. ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് ഈസ് കോൾഡ് സൈഗോട്ട് ഈസ് ഡിപ്ലോയിഡ്. അപ്പോൾ അടുത്ത ജനറേഷനായി സൈഗോട്ടിൽ നിന്ന് യങ് സ്പോറോഫൈറ്റ് ജെർമിനേറ്റ് ചെയ്യുന്നു. ആ ജെർമിനേറ്റ് ചെയ്യുന്ന യങ് സ്പോറോഫൈറ്റ് വളർന്ന് സ്പോറോഫൈറ്റിക് പ്ലാന്റ് ആയിട്ട് മാറുന്നു. ദിസ് ഈസ് ദ ലൈഫ് സൈക്കിൾ ഇൻ സെലാജിനല്ല. സോ സെലാജിനയുടെ ലൈഫ് സൈക്കിളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും ഹെട്രോസ്പോറി ഉള്ളതുകൊണ്ട് ലൈഫ് സൈക്കിൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബോത്ത് ലൈഫ് സൈക്കിൾ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. എൻഡോസ്പോറിക് ആയിട്ടുള്ള ഗാമറ്റോഫൈറ്റ് എന്നുള്ളത്, റിഡക്ഷൻ ഡിവിഷൻ, അവിടുത്തെ വ്യത്യാസങ്ങൾ, ഇതൊക്കെ പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. ലോജിക്കലായിട്ട് സീക്വൻഷ്യലായിട്ട് ഓർത്ത് വയ്ക്കാവുന്ന കാര്യമേ ഉള്ളൂ. പഠിച്ചു കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക, ഈ ഭാഗത്ത് എന്താണ് സംഭവിക്കുക, ഇവിടെ എന്താണ് സംഭവിക്കുക, എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു വാക്ക് ഓർമ്മ വരുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക. അങ്ങനെ ഒരു 3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലൈഫ് സൈക്കിളും അതിൻ്റെ പേരുകളും സ്റ്റേജസും അതിൻ്റെ എക്സ്പ്ലനേഷനും ഒക്കെ മനസ്സിൽ നിൽക്കും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടൈപ്പുകളിലൊന്നാണ് സെലാജിനല്ല എന്ന് പറയുന്നത്. യെസ്, എന്തെങ്കിലും സംശയങ്ങളോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ ചോദിക്കാം. എനി ഡൗട്ട്സ്?